നമ്മളെല്ലാവരും അറിഞ്ഞു കാണും. തിരുവനന്തപുരത്ത് ഒരു കനാലിൽ വീണ ഒരു പുള്ളിയെ തപ്പാൻ വേണ്ടിയിട്ട് ജോയിക്കായിട്ടുള്ള അന്വേഷണം കുറച്ച് 2 ദിവസങ്ങളായിട്ട് ഫയർഫോഴ്സുകാർ ഭയങ്കരമായിട്ട് ആ ഒരു ഇൻഡെപ്ത്, കാരണം അവരുടെ ലൈഫ് പോലും ഓർക്കാതെ കൈമേയി മറന്ന് ആ ആൾക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല വീഡിയോസിലും നമ്മൾ കണ്ടു. കാരണം എന്ന് വെച്ചാൽ അതിനും മാത്രം വേസ്റ്റും പ്ലാസ്റ്റിക് സംഭവങ്ങളൊക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം വന്ന ന്യൂസ് എന്ന് വെച്ചാൽ ആ ജോയി മരിച്ചു. ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ ഒരു കനാലിൻ്റെ അവിടെ വെച്ചിട്ടാണ് ബോഡി കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഡയറക്റ്റ്ലി എന്ന് തന്നെ ഞാൻ പറയാം, ഇദ്ദേഹത്തിൻ്റെ ഈ മരണത്തിന് കാരണക്കാർ നമ്മളെല്ലാവരും അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ പനമ്പിൾ നഗറിൽ മമ്മൂട്ടി പാലത്തിൻ്റെ അവിടെ ഒരു കനാലുണ്ട്, ഒരു വെള്ളം അവിടെ കൊണ്ടിടുന്ന വേസ്റ്റിനൊരു കയ്യും കണക്കുമില്ല. മനസ്സിലായോ? കൊതുവിൻ്റെ പ്രശ്നം വേറെ, അത് പോരാഞ്ഞിട്ട് ഇല്ല കണ്ട കുപ്പിയും പാട്ടയും. ഇത് എനിക്കറിയത്തില്ല, ഈ പറഞ്ഞ മാതിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഈ വേസ്റ്റ് വയ്ക്കരുത്, മാലിന്യം ഇവിടെ ഇടരുതെന്ന് പറയുന്നതിൻ്റെ ബോർഡിൻ്റെ മായെങ്കിലും കാണാൻ പറ്റും. ബാക്കി ഭാഗം വരെ കൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യാണ്. പലരുടെയും ഉദ്ദേശം വീടിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ വേസ്റ്റ് പാടില്ല, വേറെ എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും വിഷയമില്ല എന്നുള്ളതാണ്. എന്നാൽ ഈ വേസ്റ്റ് മൂലം വരുന്ന പ്രശ്നങ്ങൾ, അസുഖങ്ങൾ നമ്മുടെ പിള്ളേർക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ വരാണ്ടിരുന്നാൽ മതി, മറ്റുള്ളവർക്ക് വന്നാൽ ആ മനുഷ്യൻ്റെ വിഷയമില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത്. ആ മനുഷ്യൻ ആ കനാല് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വൃത്തിയാക്കാനും ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അത്രയും ഒരു ഡേർട്ടി ആയിട്ടുള്ള പ്ലേസിലോട്ട് ഇറങ്ങുമ്പോൾ ഉള്ള ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, ഒരു നേരത്തെ പൈസയ്ക്ക് വേണ്ടിയിട്ട് അയാളുടെ ജോലിയായിട്ട് അയാൾ അത് ഏറ്റെടുത്ത് ക്ലീൻ ചെയ്യണം. നമ്മൾ ഓരോ മനുഷ്യരും അത് ഇടാതെ അതിൻ്റെതായ രീതിയിൽ പ്ലാസ്റ്റിക്, നമ്മൾ പോണ വഴിക്കൊക്കെ പ്ലാസ്റ്റിക് ഇടാനായിട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷെ അവിടെ ഒന്നും ഇടാതെ കാറിൽ പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ച് പുറത്തേക്ക് ഇടുക, അതല്ലെങ്കിൽ ആ പരിസരത്തുള്ളവരൊക്കെ രാത്രി കാറിൽ വന്നിട്ട് ഒന്നും അറിയാത്ത മാതിരി നൈസായിട്ട് അത് ഡംപ് ചെയ്തിട്ട് പോവുക. അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ. ഇതിനു മുമ്പ് ഒരിടത്ത് ഈ വേസ്റ്റ് കൂട്ടിയിട്ടിട്ട് കത്തി പുക വന്നിട്ട്, ഞാൻ ആ സ്ഥലം പെട്ടെന്ന് അങ്ങോട്ട് മറന്നു, ഇവിടെ അടുത്ത് തന്നെ എറണാകുളത്ത്, അതിൻ്റെ പുക കാരണം ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയാം അല്ലേ. അന്നും കുറേ ആൾക്കാർ ഇതേപോലെ വേസ്റ്റിൻ്റെ കാര്യത്തിൽ കുറേ ഡിസിഷൻ കാര്യങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു. പിഴയുണ്ട്, ഫൈൻ അടയ്ക്കേണ്ട വരുമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെയൊക്കെ നെവർ മൈൻഡായിട്ട് വിടുന്ന കുറേ ആളുകൾ ഇല്ലേ. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഈ മരണത്തിന് കാരണം ആ വേസ്റ്റ് ക്ലീൻ ആക്കാൻ ഫയർഫോഴ്സുകാർ ഇറങ്ങിയിട്ട് തന്നെ, എൻ്റെ ദൈവമേ, ഒരു ചേട്ടൻ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണണം, ബാക്കിലൊക്കെ ഫുള്ള് വേസ്റ്റും പ്ലാസ്റ്റിക് കുപ്പികളും വന്ന് അടിഞ്ഞിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇയാളുടെ ഈ മരണത്തിന് കാരണം നമ്മളൊക്കെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കെയർലെസ് ആയിട്ട് അത് ഈ വേസ്റ്റ് കോരാൻ വരുന്നവരും മനുഷ്യന്മാരാണ്. മനസ്സിലായോ? അപ്പൊ അവർക്ക് അവരുടെ ഗതികേട് കൊണ്ടും ഒരാഴ്ച, ഈ എറണാകുളം പോലത്തെ സ്ഥലത്തൊക്കെ ഒരാഴ്ച അല്ലെങ്കിൽ പോട്ടെ ഒരു 2 ദിവസം ഫ്ലാറ്റ്സുകളിലും വീടുകളിലൊക്കെ വേസ്റ്റ് എടുക്കാതെ വന്നാൽ എറണാകുളം നാറി പുഴുത്ത് ഹോസ്പിറ്റലിൽ നിറയും അസുഖങ്ങൾ കൊണ്ട്. അപ്പം വേസ്റ്റുകാരല്ലേ, അവർ വന്ന് എടുത്തിട്ട് പോയിക്കോളും പറഞ്ഞിട്ടില്ല. ചണ്ടിയും ചട്ടിയും പീട്ടവും കാര്യങ്ങളെല്ലാം അതേപോലെ പ്ലാസ്റ്റിക്കും ഒക്കെ ഇടുമ്പോൾ ഈ എടുക്കാൻ വരുന്നവർ മനുഷ്യരാണ്. അവർക്കും അറപ്പും വെറുപ്പുണ്ട്. അവർക്ക് അവരുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ അറപ്പും വെറുപ്പൊക്കെ മറച്ചു വെച്ച് പോകുന്നത്. പലരും ശ്രദ്ധിച്ചിട്ടില്ലേ, വേസ്റ്റിന്റെ വണ്ടിയുടെ പോവാതിക്കും ശരിയാണ്, അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ അത്രയും മൂക്കുവേടാണ് അല്ലേ. അതെന്തുകൊണ്ടാണ്? നമ്മൾ വീട്ടിലെടുത്ത് വെച്ചിട്ട്, ഇപ്പം നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അത് നാട്ടിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ കുഴിച്ചു മൂടിയോ അതല്ലെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ആ രീതിയിൽ നടന്നു പോകും. പക്ഷെ ഇവിടെ ഈ പട്ടണത്തിൽ ഇതേപോലത്തെ സിറ്റിയിൽ വരുമ്പോൾ വേസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഒരു ഹെക്ടിക്കാണ്. കാരണം ഫ്ലാറ്റ്സുകളിലാണെങ്കിലും പ്ലാസ്റ്റിക് ഇടാനായിട്ട്, പൊന്നോ മഴ വരാൻ പോണ, ഡ്രസ്സ് എടുത്തിട്ട് പോ, ചെല്ല് നല്ല മഴ പറഞ്ഞിട്ടുണ്ട്, ചെല്ല്. നീ നനയണതിന് മുമ്പ് പോയി എടുത്തിട്ട് വാ, ചെല്ല്, ഡ്രസ്സല്ലേ. ഒരുപാട് സ്ഥലത്ത് വേസ്റ്റ് ഇങ്ങനെ കൊണ്ട് ഡംപാക്കുന്നുണ്ട്. അപ്പം ദൈവത്തെ ഓർത്ത് എല്ലാവരോടും പറയണത്, ഇങ്ങനത്തെ കനാലിലും അതേപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഇപ്പോൾ അതിരപ്പള്ളിയിലും ഒക്കെ പോകുമ്പോഴും ലേസിന്റെ കവറാണെങ്കിലും കുപ്പികളാണെങ്കിലും എന്താണെങ്കിലും, അവിടെ കഴിഞ്ഞ തവണ പോയ റിസോർട്ടിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ മൃഗങ്ങൾക്കും പ്രശ്നങ്ങളാണിത്.
അപ്പം മനുഷ്യന്മാർക്ക് തന്നെ ഉപദ്രവമാവുക, മനുഷ്യന്മാർ പ്രകൃതിക്ക് ഉപദ്രവം ഉണ്ടാക്കുക. ഇത് എത്രത്തോളം ആൾക്കാരുടെ തലയിൽ കുടുങ്ങുന്നോ കേൾക്കുന്നുണ്ടെന്നോ എനിക്കറിയത്തില്ല. കാരണം വേസ്റ്റൊക്കെ ഈ പറഞ്ഞ മാതിരി പ്രോപ്പറായിട്ട് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ഈ ഇവിടെ ചുമ്മാ എഴുതി വെച്ചേക്കണ പോലെയല്ല, കർശനമായ നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയും നമ്മൾ കാരണം ഒരാൾക്ക് നമ്മൾ തന്നെ പറയുന്നത്, കാരണം ഞാൻ ഇവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേയ്സിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരും, ബാക്കി വെനസ്ഡേ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് വേസ്റ്റ് കാര്യങ്ങൾ വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഓവർ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഇവിടെ എന്തോ ചെടിക്ക് വളാക്കുന്ന രീതിയിൽ എന്തോ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിട്ടിട്ട് അത് ഫോർമേറ്റ് ചെയ്ത് വളമായിട്ട് വന്നിട്ട് ചെടിക്കൊക്കെ ഇടും. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ കാര്യം ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് ന്യൂസ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഫയർഫോഴ്സിനും ബിഗ് സല്യൂട്ട്. കാരണം നിങ്ങൾ ആ ഒരു കൈമയും മറന്ന് നിങ്ങൾ ആ വേസ്റ്റ് ആണെന്ന് പോലും നോക്കാതെ ആ ഒരു മനുഷ്യജീവന് വില കൊടുത്ത് ഇറങ്ങി പുറപ്പെട്ട് അയാൾക്ക് വേണ്ടി ഇത്രയും തെരഞ്ഞ നിങ്ങളൊക്കെ എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ് യു. കാരണം ഫ്രം മൈ ഹാർട്ട് ഐ എം ടെല്ലിങ് ലൈക്ക് യു ആർ എഫേർട്ട്. കാരണം അത് വലിയൊരു കാര്യം തന്നെയാണ്. അതിൽ ഒരുപാട് നന്ദി. ആ ഒരു ടൈം നിങ്ങൾ എഫേർട്ട് കൊടുത്തതിനും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അയാളെ കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു അഴിച്ചിലോട്ട് മെത്ത ഇറങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തെന്നി പോവുക. മെത്രോ ഡെപ്ത് ഉണ്ട്, 30-40 മെത്രോ ഡെപ്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അഴിച്ച് മൂക്കിലോട്ട് കയറുമോ എന്ന് തന്നെയാണെങ്കിൽ ഭയങ്കര ദാരുണമായ അന്ത്യമായിരുന്നു ആ ചേട്ടനുള്ളത്. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ ഇടുന്നതുകൊണ്ടാണ് ഈ ക്ലീനിങ് പ്രോസസ്സ് വരുന്നത്. ഉള്ള പനമ്പിള്ളകളൊക്കെ മറ്റേ ഫ്രെയിം വന്നിട്ട് ഈ സാധനങ്ങൾ ഇങ്ങനെ ഉള്ളിലെടുത്തിട്ട് പോവുമായിരുന്നു. പല തവണയും കണ്ടിട്ടുണ്ട്. അവരത് ക്ലിയർ ആക്കും. എഗെയിൻ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറഞ്ഞ മാതിരി അഴുക്കും വേസ്റ്റും സാധനങ്ങൾ കിട്ടണം. അപ്പോൾ ഇടുന്നവർക്ക് ഒരു ലെവലേശം ബോധമോ അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നില്ല. കാരണം അവർ താമസിക്കുന്ന ആ വീട് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. ചുറ്റുപാടും മറ്റു കാര്യങ്ങൾ ഇത് കാരണം മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഹാമിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൽ ഓർത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഡയറക്റ്റ് മര്യാദയ്ക്ക് നിങ്ങൾ കീപ്പ് ചെയ്യുക. നല്ല കാറ്റുമഴയും മക്കന്മാരെ, നല്ല കാറ്റുമഴയും ഹെവി കാറ്റുമഴയും അത് നിങ്ങൾ കീപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇനി ഒരു ദാരുണാന്തം നമ്മൾ കാരണം ഒരാൾക്കും വരാതിരിക്കട്ടെ. അവരുടെ കുടുംബത്തിന് പോയി. കാരണം അത് നമ്മൾ കാരണമാണ് ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ കായലിലും അവിടെ ഇവിടെ ഒക്കെ ഇതിലൊക്കെ കൊണ്ട് കാറിൽ നിന്ന് എടുത്തിടുക, അല്ലെങ്കിൽ രാത്രി കാലം കൊണ്ട് ഡംപ് ചെയ്യുക. അവരുടെ വീട്ടിൽ നിന്ന് പോയല്ലോ, വേറെ എവിടെയാണെങ്കിലും ഒരു വിഷയമില്ലല്ലോ. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റ് റൂളുണ്ട്. ഇന്ന ദിവസം വേസ്റ്റ് എടുക്കാൻ വരുന്നു, വേസ്റ്റ് ഇന്നടുത്ത് ഇടണം, ഇന്നടുത്ത് ഇടാൻ പാടില്ല, അല്ലെങ്കിൽ വേസ്റ്റ് മറ്റേ കുപ്പിയുടെ ഇതിൽ പ്ലാസ്റ്റിക് ഇടാൻ ഒക്കെ ഉണ്ട്. പക്ഷെ ആളുകൾക്ക് മാറ്റി, ആളുകൾക്ക് തിരക്ക്. അതുകൊണ്ട് അവരുടെ ഭാഗം ക്ലിയർ ഓഫ് ചെയ്ത് മറ്റുള്ളവർക്ക് പ്രശ്നം വന്നാൽ എന്താ അതിനെ പറ്റി ചിന്തിക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് തിരിച്ചും നിങ്ങൾ ചിന്തിക്കണം. നാളെ ഒരിക്കൽ നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് കൊള്ളും. ദൈവത്തെ ഓർത്ത് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇതൊക്കെ ഡെയിലി നീഡ്സിൽ വൃത്തി കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റും അതേപോലെ ചെയ്യുക. ഈ കനാലിലും അവിടെ നിന്ന് കൊണ്ട് ഡംപ് ചെയ്യാതിരിക്കുക. കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ വിഷയമാണ് ഈ വേസ്റ്റും കൊതുവും അസുഖങ്ങളും കാര്യങ്ങളും. തോന്നിയെടുത്ത് ആളുകൾ ഇട്ടിട്ട് പോകണം. വലിയ കാറുകളിലൊക്കെ വന്നിട്ടാണ് ആഴ്ചകളോട് ഇരിക്കുന്ന മീനും വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് പോകുന്ന. ആറിയുടെ ഭാഗത്തേക്ക് നിൽക്കാനോ അടുക്കാനോ പോകാനോ പറ്റത്തില്ല. എനിക്ക് തന്നെയാണെങ്കിലും വളരെ സങ്കടമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണം. കാരണം ഇങ്ങനെ ഒരു നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അയാൾ ഈ വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ അതിനകത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അയാൾക്ക് കിട്ടിയൊരു ദാരുണമായ ഒരു അന്ത്യമായിപ്പോയി. ഇനി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആർക്കും വരാതിരിക്കരുത്. ഇത് എത്ര ആൾക്കാരുടെ തലയിൽ ഇരിക്കുന്നു എനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൽ കൊടുത്ത് നിങ്ങൾ വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, പ്രോപ്പറായിട്ട് ടേക്കപ്പ് ചെയ്ത് പോവുക. നിങ്ങളുടെ വീട്ടിൽ മാത്രമല്ല അമ്മയും പെങ്ങളും കുഞ്ഞുങ്ങളുള്ളത്. ഈ ലോകത്ത് എല്ലാവർക്കും ഒരു കുടുംബമുണ്ട്. അവരും നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ അർഹതപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ കാരണം അവർക്ക് ഒരു ദ്രോഹം വരാതിരിക്കുക, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. വൺസ് അഗെയിൻ ഫയർഫോഴ്സുകാർക്ക് അഗെയിൻ ഫ്രം മൈ ഹാർട്ട് ഒരു ഹെവി റെസ്പെക്ട് ആൻഡ് സല്യൂട്ട്.